നമസ്കാരം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാരകമായ എബോള വൈറസ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തലത്തിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ രോഗബാധയും മരണനിരക്കും കുത്തനെ ഉയർന്നതോടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോങ്കോയിൽ മാത്രം ഇതിനകം തന്നെ 100-ലധികം മരണങ്ങളും 600-ലധികം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെ ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഭൂഖണ്ഡാന്തര ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിലുണ്ടായ എബോള വ്യാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഇപ്പോഴത്തെ പടർച്ചയ്ക്ക് കാരണമെന്നും എബോളയുടെ ഏറ്റവും അപൂർവവും മാരകവുമായ ബുണ്ടിബുഗോ എന്ന വകഭേദമാണ് നിലവിൽ ലോകത്തിൽ ലഭ്യമായ എബോള വാക്സിനുകളോ മറ്റു പ്രത്യേക ചികിത്സകളോ ഒന്നും ഈ വകഭേദത്തിനെതിരെ ഫലപ്രദമല്ല എന്നതാണ് ആരോഗ്യ സംഘടന, അതായത് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. എന്തായാലും രോഗബാധിതരിൽ 30 മുതൽ 50% വരെയാണ് ഇതിന്റെ മരണനിരക്ക്. രോഗബാധിതരായ മൃഗങ്ങളിൽ നിന്നോ രോഗബാധിതരായ മനുഷ്യരുടെ രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് പടർന്നു പിടിക്കുന്നത്. എന്നാൽ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 മുതൽ 21 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. കടുത്ത പനി, കഠിനമായ ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം, ചർമ്മത്തിൽ ഉണ്ടാകുന്ന തിണർപ്പുകൾ, രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ ആന്തരിക അവയവവും ബാഹ്യമായ രക്തസ്രാവവും ഉണ്ടാകും. നിലവിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇറ്റൂരിൽ പ്രവിശ്യയിലാണ് രോഗവ്യാപനം ഏറ്റവും അധികമായി കണ്ടുവരുന്നത്. ഇവിടെ നിന്നും അതിർത്തി കടന്ന് ഉഗാണ്ടയിലേക്കും രോഗം എത്തിക്കഴിഞ്ഞു. സുഡാൻ, റുവാണ്ടോ, ബുറുണ്ടി തുടങ്ങിയ കോങ്കോയുടെ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളും നിലവിൽ അതീവ ജാഗ്രതയിലാണ്. ഇന്ത്യക്കാർ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാൽ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം ഇവർക്ക് വന്നിട്ടുണ്ട്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് കർശനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ഇടങ്ങളിലേക്ക് അനാവശ്യമായുള്ള യാത്രകൾ ഇന്ത്യൻ പൗരന്മാർ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുമുണ്ട്. അതായത് ഈ രാജ്യങ്ങളിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ വഴിയും ഇന്ത്യയിലെത്തുന്ന യാത്രക്കാരെ കർശനമായ സ്ക്രീനിംഗ് വിധേയമാക്കും. വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ കടുത്ത പനിയുള്ളവരെയും പ്രത്യേകം നിരീക്ഷിക്കും. ആഫ്രിക്കയിലുള്ള ഇന്ത്യൻ പൗരന്മാർ ശ്രദ്ധിക്കാൻ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ രോഗബാധിത പ്രദേശങ്ങൾ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ പ്രാദേശിക ആരോഗ്യ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും വേണം. ഇന്ത്യയിൽ ഇതുവരെയും ഈ എബോള വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആഗോള തലത്തിലുള്ള കപ്പൽ, വിമാന ഗതാഗതങ്ങൾ വഴി രോഗം എത്താതിരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഒരു കരുതൽ എന്ന രീതിയിൽ സ്വന്തം ആരോഗ്യം സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശം.